നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകാം. തിരുവനന്തപുരത്ത് CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ പുതുതായി അനാച്ഛാദനം ചെയ്ത പ്രതിമ മാറ്റി. MN ഗോവിന്ദൻ നായരുടെ പ്രതിമയാണ് മാറ്റിയത്. പ്രതിമയ്ക്ക് രൂപസാദൃശ്യമില്ലെന്ന് വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. വീണ്ടും പഴയ പ്രതിമ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അരുൺ സോളമൻ സ്ഥലത്തുണ്ട്. അരുൺ, ഈ പുതിയ പ്രതിമയ്ക്ക് മുഖഛായയുമായി സാമ്യമില്ലെന്ന് കരുതിയാണല്ലോ അല്ലേ ഇപ്പോൾ പഴയ പ്രതിമ മാറ്റിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അരുൺ, ഡിസംബർ 27-നാണ് MN സ്മാരകം നവീകരിച്ച് അതിനെ തുടർന്ന് ഉദ്ഘാടനമൊക്കെ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രതിമയും അന്നേ ദിവസമാണ് അനാച്ഛാദനം ചെയ്തത്. ഈ അനാച്ഛാദനത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. MN ഗോവിന്ദൻ നായരുടെ രൂപസാദൃശ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ പ്രതിമ മാറ്റിയിരിക്കുകയാണ്. പഴയ പ്രതിമ തന്നെ ഇപ്പോൾ വച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഈ CPI നേതൃത്വം ഇപ്പോൾ ഇതിനെ തുടർന്ന് ഇപ്പോൾ ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഈ പഴയ പ്രതിമ വച്ചതിന് പിന്നാലെ ഇപ്പോൾ അണികളുടെ ഭാഗത്തു നിന്നൊക്കെ അവരുടെ പ്രതികരണം അവർ ഭയങ്കരമായി സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ ഈ CPI 57-ലെ അധികാരത്തിലെത്തുമ്പോൾ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യം ഇല്ല എന്നുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് CPI നേതൃത്വം ഇതിനെതിരെ ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് വരികയും പഴയ പ്രതിമ ഇവിടെ വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കെട്ടിടമായിരുന്നു MN സ്മാരകം. അതിനെ ഏറ്റവും പ്രധാനമായുമുള്ളത് അന്തരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ്റെ വലിയൊരു സ്വപ്നം കൂടിയായിരുന്നു ഈ കെട്ടിടം നവീകരിക്കുക എന്നുള്ളത്. 9 കോടി രൂപ മുടക്കിയാണ് ഈ കെട്ടിടം നവീകരിച്ചത്. അതിന് പിന്നാലെ അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിലും ആ സ്വപ്നം എത്രയും വേഗം സാക്ഷാത്കരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പുതിയ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് 9 കോടി രൂപ മുടക്കി ഈ കെട്ടിടം നവീകരിച്ചത്. പക്ഷേ അതിന് പിന്നാലെ ഈ പ്രതിമ വെച്ചതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിമർശനവും ആക്ഷേപവും ഒക്കെ ഉയർന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടിയെടുത്ത് പഴയ പ്രതിമ അരുൺ ഇപ്പോൾ സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ താങ്ക് യു അരുൺ സോളമൻ. MN സ്മാരകം എന്നുള്ളത് പുതിയതാണെങ്കിലും MN ഗോവിന്ദൻ നായർ, പഴയ ഗോവിന്ദൻ നായരുടെ പ്രതിമ തന്നെയായിരിക്കും സ്മാരകത്തിന് മുന്നിൽ ഉണ്ടാവുക. പഴയ MN ഗോവിന്ദൻ നായരുടെ പ്രതിമയ്ക്കാണ് MN ഗോവിന്ദൻ നായരുമായി സാദൃശ്യമുള്ളത്. അതുകൊണ്ടാണ് ആ പഴയ പ്രതിമ തന്നെ വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ MN ഗോവിന്ദൻ നായർ പഴയ MN ഗോവിന്ദൻ നായർ തന്നെയാണ്.